ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിൻ്റെ വർക്കിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി സിലബസിൽ ഇല്ലാത്ത പോർഷനാണ്. സിലബസിൽ നിന്ന് റിമൂവ് ചെയ്തു. കഴിഞ്ഞ സിലബസിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിലബസിൽ നിന്ന് റിമൂവ് ചെയ്ത ടോപ്പിക്കാണ് ഈ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഈ പോർഷൻ റിമൂവ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങളുടെ അറിവിലേക്കുമായിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നത്. ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോവാം. എന്താണ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞങ്ങ് പോവാം. ഈ ടോപ്പിക്ക് റിമൂവ് ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം, അത് ഉപയോഗിച്ച് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഈ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ച വർക്കിംഗ് പ്രിൻസിപ്പിൾ അത് തന്നെ, സെയിം എക്സ്പ്ലനേഷനും സെയിം വർക്കിങ്ങും തന്നെയാണ് ഇതിന് വേണ്ടി നമ്മൾ എഴുതുന്നത്. സെയിം എക്സ്പ്ലനേഷനൊക്കെ തന്നെയാണ് ഇതിനും എഴുതുന്നത്. ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിലുള്ള 4 കമ്പോണൻസിനെ സെപ്പറേറ്റ് പാരഗ്രാഫ് ആയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. മറ്റതാണെങ്കിൽ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഒരൊറ്റ പാരഗ്രാഫ് ആയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. പക്ഷേ ഈ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് എഴുതുമ്പോൾ 3-4 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും എഴുതുന്നത്. ഓരോ ഡിവൈസും എന്തിനാണ്, അതിൽ വെച്ച് ഈ റെഫ്രിജറൻ്റ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്കിംഗ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്തു കളഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷേ എയർ കണ്ടീഷണറിൻ്റെ വർക്കിംഗ് നമ്മൾ എന്തായാലും പഠിക്കും. എയർ കണ്ടീഷണറിൻ്റെ വർക്കിങ്ങും ഈ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൻ്റെ ഓൾമോസ്റ്റ് സെയിം വർക്കിംഗ് തന്നെയാണ്. ഫിഗർ ഡിഫറൻ്റ് ആണെന്നേ ഉള്ളൂ. വർക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഈ എയർ കണ്ടീഷണറിനും ഈ നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനൊക്കെ ഉള്ള എക്സ്പ്ലനേഷൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ആ ടോപ്പിക്ക് ഒന്ന് റിമൂവ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതാണ് ഫിഗർ എന്നുള്ളത്. ഈ ഫിഗർ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ചോദിക്കത്തില്ല, കാരണം സിലബസിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ഇതിലും നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ കണ്ടതുപോലെ 4 ഡിവൈസസ് ആണ് ഉള്ളത്. കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസ്, കണ്ടൻസർ എന്ന് പറയുന്ന ഡിവൈസ്, കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്ന ഡിവൈസ്, അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്ന ഡിവൈസ്, പിന്നെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തിനെയാണ് ഇവാപ്പറേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ഉള്ളിലത്തെ ഭാഗം, അല്ലെങ്കിൽ ഫ്രീസർ. അപ്പോൾ അതിനെയാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവമൊക്കെ, ഈ ഒരു ഷേപ്പിലുള്ള പാർട്ടൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഫ്രിഡ്ജിൽ കണ്ടു കാണും. ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ പുതിയ ഫ്രിഡ്ജിലെല്ലാം ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിറകിലത്തെ കവർ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഈ പോർഷനെല്ലാം പുറത്ത് കാണാനൊക്കും. അങ്ങനത്തെ ഒരു പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ കണ്ടൻസറൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം പഠിച്ചപ്പം കൂളിംഗ് വാട്ടർ ഉപയോഗിച്ചാണ് റെഫ്രിജറൻറ്റിനെ കണ്ടൻസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ആക്ച്വലായിട്ടുള്ള ഫ്രിഡ്ജിൽ അങ്ങനെ കൂളിംഗ് വാട്ടറൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് എയർ മതി. എയർ അതിൻ്റെ അകത്ത് പുറത്ത് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു പോർഷൻ ഓപ്പൺ ആയിരിക്കും, സറൗണ്ടിങ്സിലേക്കും ഓപ്പൺ ആയിരിക്കും. അപ്പം അങ്ങനെ എയറിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ റെഫ്രിജറൻറ്റ് കണ്ടൻസ് ആയിക്കോളും എന്നുള്ള കൺസെപ്റ്റാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലാതെ കൂളിംഗ് വാട്ടർ ഒന്നും സർക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം പഠിച്ചപ്പോൾ കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പഠിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് തന്നെയാണ്. നമുക്ക് കംപ്രസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കംപ്രസറിൽ നിന്ന് റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലോട്ട് കംപ്രസ് ചെയ്ത് ഈ ലൈൻ പോകുന്നത് പോലെ തന്നെ കണ്ടൻസർ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് വിടുക. ഈ കണ്ടൻസർ എന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ട്യൂബ് ഇങ്ങനെ വളച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോളിൽ നിന്ന് താഴോട്ട് ഇവിടെ ഈ കുറേ വെർട്ടിക്കൽ ലൈൻസായിട്ട് കൊടുത്തിട്ടുള്ളത് കമ്പിയായിരിക്കും. ചെറിയ തിന്നായിട്ടുള്ള കമ്പിയായിരിക്കും ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതുവഴി ഈ ട്യൂബിൻ്റെ അകത്ത് കൂടെ ഈ റെഫ്രിജറൻറ്റ് മൂവ് ചെയ്ത് താഴോട്ട് എത്തുമ്പോഴേക്കും അത് അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് നോർമൽ ടെമ്പറേച്ചർ എത്തും എന്നുള്ള കൺസെപ്റ്റാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ്, ഇത്രയും ലെങ്തിൽ എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞോളും എന്ന കൺസെപ്റ്റാണ് ഇതിലുള്ളത്. അങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ വരുന്ന റെഫ്രിജറൻറ്റ് ഈ കണ്ടൻസറിലൂടെ കയറി ഇറങ്ങുമ്പോഴേക്കും നോർമൽ ടെമ്പറേച്ചറിലോട്ടാവുന്നു. നോർമൽ ടെമ്പറേച്ചറുള്ള ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ് നേരെ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്ന, അതായത് എക്സ്പാൻഷൻ വാൾവ്, ആ എക്സ്പാൻഷൻ വാൾവിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് കാപ്പിലറി ട്യൂബ് എന്ന ഡിവൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കാപ്പിലറി ട്യൂബ്, അതായത് എക്സ്പാൻഷൻ വാൾവിലേക്ക് കയറുന്നു. ഇവിടെ വെച്ച് സഡനായിട്ട് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. സഡനായിട്ട് പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ഈ വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻറ്റ് ലിക്വിഡ് പ്ലസ് വേപ്പർ ഫോമിലോട്ട് അങ്ങ് മാറുന്നത്. അങ്ങനെ ലിക്വിഡ് പ്ലസ് വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻറ്റ് നേരെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് കയറുന്നു. ഇതിൻ്റെ അകത്ത് വെച്ച് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രീസർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ഉൾവശം, ഇൻസൈഡ് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫുഡ് ഐറ്റംസിൽ നിന്നൊക്കെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഇവാപറേറ്റർ എന്ന ഡിവൈസ് ഉള്ളത്. അപ്പോൾ ഈ റെഫ്രിജറൻറ്റ് ഹാഫ് ലിക്വിഡ് ഹാഫ് വേപ്പർ ആ ഫോമിലുള്ള റെഫ്രിജറൻറ്റ് ഈ ഇവാപറേറ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ള ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻറ്റും കൂടെ വേപ്പറായിട്ട് അങ്ങ് കൺവേർട്ട് ആവും. അങ്ങനെ കൺവേർട്ട് ആയതാണ് നേരെ തിരിച്ച് വീണ്ടും കംപ്രസറിലോട്ട് കയറുന്നത്. എന്നിട്ട് കംപ്രസറിൽ വെച്ച് വീണ്ടും കംപ്രസ് ചെയ്ത് അത് വീണ്ടും ആ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആക്ച്വലി ഈ പോർഷനെല്ലാം ഈ വരച്ചിരിക്കുന്ന ഈ പോർഷനെല്ലാം ഈ റെഫ്രിജറേറ്റർ ക്യാബിനറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരേണ്ടതാണ്. ഇതിങ്ങനെ നീട്ടിങ്ങനെ വരച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ പോർഷനെല്ലാം ഇവിടെയാണ് വരേണ്ടത് ആക്ച്വലി. അപ്പോൾ ഇതാണ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിനൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് നിങ്ങൾ അറിവിലേക്ക് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ഈ സെയിം ഡിവൈസസിൻ്റെ ആക്ച്വലായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കാണാം. ഇതാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഫ്രിഡ്ജിൽ ചിലപ്പോൾ ഇത് കാണാൻ പറ്റത്തില്ല, കാണാതെ ക്ലോസ് ചെയ്ത് കവർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. പണ്ടത്തെ ഫ്രിഡ്ജിലല്ല ഇത് കാണാനായി വിസിബിൾ ആയിരിക്കും, പുറത്തുനിന്ന് തന്നെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് കണ്ടൻസർ എന്ന് പറയുന്ന ഡിവൈസ്. അതിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിലായിരിക്കും നമ്മുടെ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസ് ഇരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലൊക്കെ ആയിരിക്കും കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസ്. നമ്മുടെ ഈ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്ന 90% ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസാണ്. ബാക്കി ഡിവൈസിനൊന്നും വലിയ ഇലക്ട്രിസിറ്റി ഉപയോഗമൊന്നുമില്ല. പിന്നെ ഇതിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു ബൾബ് കാണും. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അകത്തുള്ള സാധനം ലൈറ്റപ്പ് ചെയ്യാനായിട്ട് ചെറിയൊരു ബൾബ് കാണും. അതല്ലാതെ വേറെ കമ്പോണൻസ് ഒന്നും എനർജി കൺസ്യൂം ചെയ്യുന്നില്ല. മോർ ദാൻ 90% എനർജി കൺസ്യൂം ചെയ്യുന്നതും ഈ കംപ്രസർ എന്ന് പറയുന്ന ഒറ്റ ഡിവൈസാണ്. അപ്പോൾ ഇതാണ് കംപ്രസർ എന്ന് പറയുന്നത്. ഇതാണ് കാപ്പിലറി ട്യൂബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്പാൻഷൻ വാൾവ് എന്ന് പറയുന്ന കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്ന ആ പോർഷൻ ഇതാണ്. ഈ ട്യൂബിൽ കൂടെയാണ് റെഫ്രിജറൻ്റ് കടന്നു പോകുന്നത്. ഈ ചെറിയ ട്യൂബിൽ കൂടെയാണ് റെഫ്രിജറൻ്റ് ഫ്ലോ ചെയ്യുന്നത്. അത് ഇവിടെ എത്തപ്പോഴേക്കും സഡനായിട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഷൻ വാൾവ് സൂചിപ്പിക്കാനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് കാപ്പിലറി ട്യൂബാണ്. അപ്പോൾ ഇവിടെ അത് സഡനായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് വേപ്പർ ഫോമിലുള്ളത് ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻ്റ് ലിക്വിഡ് പ്ലസ് വേപ്പർ ഫോമിലോട്ടൊക്കെ കൺവേർട്ട് ആവുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീസർ കമ്പാർട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രീസർ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഇൻസൈഡ് അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്യൂബ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ കൂടെയാണ് റെഫ്രിജറൻറ്റ് പോകുന്നതും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് കോൾഡിനെ അടിച്ച് കയറ്റുകയല്ല ഫ്രിഡ്ജിൽ ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള ഹീറ്റ് എനർജി റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് തണുക്കുന്നത്. ഈ വാട്ടറൊക്കെ കൊണ്ടുവച്ച് അത് ഐസായി മാറുന്നതല്ല, അതിൽ നിന്ന് വാട്ടറിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്താണ് അതിനെ തണുപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രീസർ എന്ന് പറയുന്ന നമ്മുടെ ഇവാപറേറ്റർ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ സെയിം വർക്കിംഗ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇത് സിലബസിലുള്ളതല്ല, പിന്നെ ജസ്റ്റ് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം താങ്ക് യു.